സത്യ കഴിഞ്ഞ് കൈ കഴുകി വരുമ്പോൾ ആര്യ അനഘയുടെ തോളിൽ തട്ടി അത്ഭുതത്തോടെ ചോദിച്ചു, എന്തോരം ആളുകളാ വന്നത്! ഈ ഓഡിറ്റോറിയത്തിൽ കൊള്ളുന്നില്ലല്ലോ ഇത്രയും ജനങ്ങളെ. അനഘ കമയിലൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വലിയ കല്യാണമല്ലേടി നിന്റെ ഈ ചേച്ചിക്കുട്ടിയുടെ. അവളൊന്ന് നിർത്തി ചുറ്റും നോക്കി. പിന്നെ ബന്ധുക്കളില്ലാതിരിക്കുമോ? ഇവർക്ക് തന്നെ എത്ര ബിസിനസ് സ്ഥാപനങ്ങളാ ഉള്ളത്. അവിടുത്തെ സ്റ്റാഫുകൾ, പിന്നെ സിദ്ധാർത്ഥ സാറിൻ്റെ കോളേജിലെ അധ്യാപകർ, പോരാത്തതിന് രുദ്രേട്ടൻ്റെ സ്റ്റേഷനിലെ പോലീസ് ഓഫീസർമാരെയും നീ കണ്ടില്ലേ മോളെ? ആരെയൊന്ന് ചുറ്റും കണ്ണോടിച്ചു. ശരിയാണ്, യൂണിഫോമില്ലാതെ പോലും അവരുടെ പോലീസ് ഗമ അവിടെ കാണാം. ഓരോ വിഭാഗം ആളുകളും ഓരോ കൂട്ടമായി നിന്ന് കല്യാണത്തെക്കുറിച്ചും സിദ്ധാർത്ഥിനെയും അനഘയെയും ജോഡിയെക്കുറിച്ചും പുകഴ്ത്തി സംസാരിക്കുന്നുമുണ്ട്. സത്യം, ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഈ അടുത്തൊന്നും ഒരു കല്യാണത്തിന് കണ്ടിട്ടില്ല. ആരെയും സമ്മതിച്ചു. അനഘയുടെ കണ്ണുകൾ പന്തലിലെ അലങ്കാരങ്ങളിലും അവിടെ നിറഞ്ഞു നിൽക്കുന്ന മുഖങ്ങളിലും ഉടക്കി നിന്നു. താൻ സ്നേഹിക്കുന്നവരും തന്നെ സ്നേഹിക്കുന്നവരും ഒത്തുചേർന്ന ഈ മനോഹരമായ നിമിഷം അവളുടെ ഉള്ളിൽ ഒരു കുളിർമയായി പെയ്തിറങ്ങി. തനിക്ക് ചുറ്റുമുള്ള ഈ വലിയ ബന്ധങ്ങളുടെ ബലം അവൾ ആദ്യമായി തൊട്ടറിയുകയായിരുന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് സിദ്ധാർത്ഥും അനഘയും കൈ കഴുകിയൊന്ന് തിരിഞ്ഞതേയുള്ളൂ. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ അപ്പച്ചി ഭാനുമതി തിരക്കിട്ട് അങ്ങോട്ട് നടന്നു വരുന്നത് അവർ കണ്ടത്. അവർ അവിടെ സിദ്ധു? ഭാനുമതി ചുറ്റും നോക്കിക്കൊണ്ട് അവരോടായി ചോദിച്ചു. ദേ അപ്പച്ചി, അവർ വരുന്നുണ്ട്, സിദ്ധാർത്ഥ് തൻ്റെ അപ്പച്ചിയോട് പറഞ്ഞു. രുദ്രൻ്റെ തൊട്ടു പിന്നാലെ പതുങ്ങിയ ചുവടുകളോടെ വൈദേഹിയും വരുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് വന്ന ഭാനുമതി വൈദേഹിയുടെ തോളിൽ തട്ടി, മോളെ, വേഗം കൈ കഴുകുക, നിങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഭാനുമതി വാക്കുകളിൽ ഒരു തിടുക്കമുണ്ടായിരുന്നു. യാത്രയാകാനുള്ള സമയം അടുത്തെത്തി എന്നറിഞ്ഞപ്പോൾ അനഘയുടെ ഉള്ളിലൊരു വിങ്ങൽ പടർന്നു. അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കണ്ടപ്പോൾ അവളുടെ നിയന്ത്രണം വിട്ടു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. മകളുടെ വിറക്കുന്ന ചുണ്ടുകൾ കണ്ടപ്പോൾ അമ്മ സാവിത്രി അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. കരയല്ലേ മോളെ, നീ ഒരു 5 മിനിറ്റ് ദൂരത്തല്ലേ പോകുന്നത്, പിന്നെന്തിനാ ഇങ്ങനെ കണ്ണ് നിറക്കുന്നത്? മകളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചുകൊണ്ട് സാവിത്രി ചോദിച്ചു. പക്ഷെ ആ വാക്കുകളിൽ തൻ്റെ പാതി ജീവൻ പടിയിറങ്ങുന്നതിൻ്റെ വേദന സാവിത്രി മറിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. അനഘ രാഘവനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി. അച്ഛൻ്റെ നെഞ്ചിലെ ആ ചൂടിൽ അവൾക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അച്ഛാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാട്ടോ, വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. രാഘവനൊന്നും മിണ്ടിയില്ല. മകളുടെ തലയിൽ തലോടുമ്പോൾ ആ കരുത്തനായ അച്ഛൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവസാനം അവൾ ആരതിയൊന്ന് നോക്കി. ചേച്ചീനെ ഈ വീട്ടിൽ കൂട്ടില്ലെന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ ആരെയും തകർന്നു പോയിരുന്നു. ജനിച്ച അന്ന് തൊട്ട് ഇന്നുവരെ തണലായും തുണയായും കൂടെയുണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, ചെറുപ്പത്തിൽ വയക്കെട്ടും ഒരു പായിൽ കെട്ടിപ്പിടിച്ചുറങ്ങിയും രഹസ്യങ്ങൾ പങ്കുവച്ചുമായ ആ മുറിൽ ഇനി താൻ ഒറ്റക്കാണെന്ന് ഓർത്തപ്പോൾ ആര്യയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. തൻ്റെ ചേച്ചി മറ്റൊരു വീട്ടിലേക്ക്, മറ്റൊരു ജീവിതത്തിലേക്ക് പടിയിറങ്ങുന്നത് നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. രക്തബന്ധത്തിനേക്കാൾ വലിയൊരു ആത്മബന്ധത്തിൻ്റെ നൂലേകൾ അവിടെ മുറിയുകയായിരുന്നു. അനഘയും സിദ്ധാർത്ഥും യാത്രയാകുന്നു നോക്കി നിൽക്കുമ്പോൾ വൈദേഹിയുടെ ഉള്ളിലും ഒരു കടലിരമ്പുന്നുണ്ടായിരുന്നു. മരുമകളായി പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയെയും വിട്ടുപിരിയുന്നതിൻ്റെ നീറ്റിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി. ഓഡിറ്റോറിയത്തിൻ്റെ ആ വലിയ ഹാളിൽ കല്യാണ തിരക്കുകൾ ഒഴുകുകയായിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും ഓരോരുത്തരായി യാത്ര പറഞ്ഞു പിരിയുന്നു. പക്ഷെ ആ വലിയ ഹാളിൻ്റെ ഒരു കോണിൽ മാധവൻ മാഷിൻ്റെയും അംബികയുടെയും ഹൃദയം വിങ്ങുകയായിരുന്നു. വൈദേഹി തൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കി. അവളുടെ കണ്ണുകൾ അണ പൊട്ടിയൊഴുകാൻ തയ്യാറെടുത്തു നിൽക്കുമ്പോഴാണ് മാധവൻ മാഷ് രുദ്രൻ്റെ അരികിലേക്ക് നടന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ കൈകളിൽ പിടിക്കുമ്പോൾ ആ മാഷിൻ്റെ ഉള്ളിലൊരു അച്ഛൻ്റെ ആകുലതയായിരുന്നു. രുദ്ര, എൻ്റെ മകളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവളെ നല്ല രീതിയിൽ തന്നെ നീ നോക്കണം. മാധവൻ മാഷിൻ്റെ സ്വരം ഒന്ന് വിറച്ചു. ഒരു ആയുസ് മുഴുവൻ പഠിപ്പിച്ച അറിവുകളേക്കാൾ വലിയ സത്യം തൻ്റെ മകളുടെ ജീവിതമാണെന്ന് ആ നിമിഷം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് കേട്ടതും രുദ്രൻ്റെ മുഖത്തൊരു മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവൻ തൻ്റെ മീശയൊന്ന് തടവി ഒതുക്കി വെച്ച് നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന വൈദേഹിയെ കുസൃതിയോടെ നോക്കി. മാഷിനെ എന്നെ അറിയില്ലേ, ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊരു ഉറപ്പ് ആ നോട്ടത്തിലും ചിരിയിലും ഉണ്ടായിരുന്നു.
ആ മീശപിടുത്തത്തിൽ അവൾക്കുള്ള സുരക്ഷയും സ്നേഹവും അവൻ ഒളിപ്പിച്ചു വെച്ചു. ഓഡിറ്റോറിയത്തിന് മുന്നിൽ അണിയിച്ചൊരുക്കിയ കാറുകൾ തയ്യാറായി നിന്നു. കറുത്ത ബ്ലാക്ക് കളറിലുള്ള BMW കാറുകൾ. എല്ലാവരോടും യാത്ര പറഞ്ഞ് വൈദേഹി കാറിൽ കയറി. സിദ്ധാർത്ഥും അനഘയും മറ്റൊരു വണ്ടിയിലും. വണ്ടി പതുക്കെ നീങ്ങിത്തുടങ്ങി. വൈദേഹി കാറിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. ഓഡിറ്റോറിയത്തിൻ്റെ പടികൾ തങ്ങളെയും നോക്കി നിൽക്കുന്ന അച്ഛനെയും അമ്മയും പതുക്കെ കാഴ്ചയിൽ നിന്ന് മറയുകയാണ്. വണ്ടി മെയിൻ റോഡിലേക്ക് കടന്ന് വേഗത കൂടിയപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അധ്യായം അവിടെ അവസാനിച്ചതായും പുതിയതൊന്ന് തുടങ്ങുന്നതായും വൈദേഹിക്ക് തോന്നി. ഓഡിറ്റോറിയത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് കാർ മെയിൻ റോഡിലേക്ക് കടന്നപ്പോൾ പുറത്തൊരു മഴ നൂലേകൾ പോലെ പെയ്തു തുടങ്ങി. സിദ്ധാർത്ഥിൻ്റെ തോളിലേക്ക് ചായും പോയും അനഘയുടെ ഉള്ളിൽ ആ പഴയ കനൽ വഴിയുടെ ഓർമ്മകൾ ഒരു നീറ്റലായി വന്നുപോയി. അവൾ അവൻ്റെ ഇടതു കൈയിൽ മുറുകെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സിദ്ധാർത്ഥ് സാർ, അവൾ അവനെ പ്രണയാതുരമായി നോക്കിക്കൊണ്ട് വിളിച്ചു. എന്താടോ? സിദ്ധാർത്ഥ് തൻ്റെ ശ്രദ്ധ റോഡിൽ നിന്നും മാറാതെ അവളുടെ കയ്യിൽ വിരലുകൾ കോർത്തു. ഈ വിവാഹം നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എത്രയോ രാത്രികൾ ഞാൻ കരഞ്ഞു തീർത്തതാണ് ഈ ഓർമ്മകൾ. അന്ന് ഞാൻ അഭിരാം സാറുടെ ഭാര്യയായി അവരുടെ കൂടെ പോകും. നിങ്ങൾ ശ്വേതയും കൂട്ടി ഇതേപോലെ മറ്റൊരു കാറിൽ പോകുന്നതും ഓർത്ത് എൻ്റെ നെഞ്ച് എത്ര നീറിയിട്ടുണ്ടെന്നറിയോ? വിധിയെ പഴിക്കാതെ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായിട്ടില്ല. അവളുടെ വാക്കുകളിൽ പഴയ വേദനയുടെ നനവുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് കാർ പതുക്കെ റോഡിലേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഇപ്പോൾ എൻ്റെ തുളസിക്കതിരിനെ ഞാൻ തന്നെ കിട്ടിയില്ലേ? അവൻ അവളുടെ കുസൃതി കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചു പറഞ്ഞു. ഇനി അതൊക്കെ നമ്മൾ മറക്കണം അനഘെ. നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് ദൈവത്തിനറിയാം. ഇനി നമുക്ക് ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം. നമ്മുടെ മക്കളും ആഗ്രഹങ്ങളും ഒക്കെയായി നമ്മുടെ മാത്രമായി ഒരു കുഞ്ഞു ലോകത്ത്. അവൻ അവളുടെ നെറ്റിൽ വാത്സല്യത്തോടെ ചുണ്ടുകൾ ചേർത്തു. ആ ചുംബനത്തിന് ആശ്വാസത്തിൻ്റെയും പുതിയൊരു തുടക്കത്തിൻ്റെയും മണമുണ്ടായിരുന്നു. അനഘയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. വേണം, എനിക്ക് വേണം. എൻ്റെ സിദ്ധാർത്ഥ് സാറിൻ്റെ കൂടെ നല്ലൊരു ജീവിതം വേണം. ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ നിങ്ങളെ. കാർ വീണ്ടും മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. പുറത്ത് മഴയുടെ സംഗീതം മുറുകുകയാണ്. സിദ്ധാർത്ഥിൻ്റെ തോളിൽ തല ചായച്ചു കിടക്കുമ്പോൾ അനഘയ്ക്ക് തോന്നി, തങ്ങൾ താണ്ടി വന്ന ദുരിത വഴികൾക്കെല്ലാം ദൈവം നൽകിയ മനോഹരമായ സമ്മാന നിമിഷം ഈ യാത്രയാണെന്ന്. പ്രണയത്തിൻ്റെ വസന്തം അവരുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുകയായിരുന്നു ആ നിമിഷം. കാർ മുന്നോട്ട് നീങ്ങുമ്പോഴും വൈദേഹിയുടെ ഉള്ളിൽ ഒരു വെള്ളിവിടി വെട്ടുന്നുണ്ടായിരുന്നു. അവൾ കാറിൻ്റെ വിൻഡോ സീറ്റിലേക്ക് പരമാവധി ഒതുങ്ങിയിരുന്നു. പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ടിരിക്കുമ്പോഴും അവളുടെ ഉള്ളം വിറക്കുന്നുണ്ടായിരുന്നു. ചാറ്റൽ മഴ പതുക്കെ അവളുടെ മുഖത്തേക്ക് വന്ന് പതിച്ചിരുന്നു. ആദ്യമായിട്ടാണ് താൻ ഒരു പുരുഷനോടൊപ്പം ഇത്രയും അടുത്ത് പങ്കിടുന്നൊരു യാത്ര. രുദ്രൻ തൻ്റെ സ്റ്റിയറിംഗിൽ നിന്നും ഒരു കൈമാറ്റി അവളുടെ കൈത്തണ്ടയിൽ മെല്ലെ പിടിച്ചു. പെട്ടെന്നുള്ള ആ സ്പർശനത്തിൽ അവളൊന്ന് ഞെട്ടി. അവളുടെ കൈയൊന്ന് വലിച്ചു അവൻ. വൈദേഹി ആഞ്ഞു ചെന്ന് വീഴുന്നത് രുദ്രൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്കാണ്. അവളുടെ ശരീരം നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിലും മൂക്കിൻ തുമ്പിലും ചെറിയ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. രുദ്രൻ്റെ നെഞ്ചിൻ്റെ ചൂട് അടുത്തറിഞ്ഞപ്പോൾ അവളുടെ ശ്വാസഗതി വീണ്ടും വേഗത്തിലായി. രുദ്രൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. അവൻ്റെ നാസാഗ്നിയിലേക്ക് വൈദേഹിയുടെ ശരീരത്തിൽ നിന്നും ആ ചന്ദനഗന്ധം പടർന്നു കയറി. അവൻ പതുക്കെ അവളുടെ കാതോരം ചെന്ന് മൊയ്ഞ്ഞു. അന്ന് ആ പർപ്പിൾ കളർ സാരി എടുത്ത് സ്റ്റേഷനിൽ പരാതി പറയാൻ വന്ന ആ വൈദേഹി ടീച്ചറെ കണ്ടപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തതാ. ഈ വിടർന്ന കണ്ണുകളും ചിരിക്കുമ്പോൾ വിരിയുന്ന ആ നുണക്കുഴിയും. അന്ന് പടർന്നു കയറിയ ചന്ദനഗന്ധമുണ്ടല്ലോ, അതിന് വല്ലാതെ ഭ്രാന്തി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നീ വെറുമൊരു ടീച്ചറല്ല, ഈ രുദ്രൻ്റെ മാത്രം വൈദേഹിയാണ്. വൈദേഹി പതുക്കെ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. അവളുടെ ആ കുഞ്ഞു കണ്ണുകൾ പ്രണയവും പരിഭ്രമവും കലർന്നിരുന്നു. രുദ്രൻ തൻ്റെ മീശ ഒന്ന് തടവി, ഒന്ന് ഒതുക്കി വെച്ച് പുരുകം പൊക്കി. എന്തേ എന്ന അർത്ഥത്തിൽ അവളോട് വെച്ച് ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല.